കേരളത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫണ്ട് ശേഖരണം നടത്തുകയാണ് ലേലത്തിൽ കൂടി. അതെന്ന് പറയുന്നത് നമുക്കൊരു 500 രൂപ മതി. 500 രൂപ കൊണ്ട് ഈ വരുന്ന ഓണം ബമ്പറിൻ്റെ ഒരു ലോട്ടറി എടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി, അതിനുശേഷം നമ്മുടെ KKR വരെ എത്തി, സജി ചെറിയാനും ശ്രമിച്ചു. പക്ഷേ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തരപ്പള്ളിയാറിൽ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ ജനങ്ങളിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ സമ്മതിക്കത്തില്ല, നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർ സമ്മതിക്കത്തില്ല. അപ്പം നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 75 വർഷമായിട്ട് മുടിഞ്ഞു കിടക്കുന്ന ഒരു നാടാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും തകർന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ഡോക്ടർ രേഖാ തമ്പി വന്നിട്ടൊരു പഠനം നടത്തിയിട്ട് പറഞ്ഞതാണ്, എത്രയും പെട്ടെന്ന് ഈ പുഴ പുനരെടുത്തില്ലെങ്കിൽ ഈ നാട്ടിൽ ക്യാൻസർ വർദ്ധിക്കും, ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പം ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ടുള്ള മനസ്സൊന്നും ഇവിടുത്തെ അധികാരവർഗത്തിനില്ല, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല, ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ആരും നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ തെരുവുകൾക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ നികുതി കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ തെരുവുകൾക്ക് വർക്ക് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പട്ടിയുടെ ശല്യം കാരണം പിള്ളേർക്കൊന്നും സ്കൂളിലോട്ട് പോകാൻ പറ്റത്തില്ല. റോഡ് സൈഡ് മുഴുവൻ കളകളാണ്, അത് ക്ലീൻ ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അധികാരവർഗത്തിന് കണ്ണ് തുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നൊരു ലേലത്തിൽ കൂടി നമുക്കൊരു 500 രൂപ കിട്ടണം. 500 രൂപ കിട്ടുവാണെങ്കിൽ അതിൽ നമ്മളൊരു ലോട്ടറി എടുക്കും. അതിനകത്തുനിന്ന് എത്ര രൂപ നമുക്ക് കിട്ടിയാലും അത് ഈ ഗ്രാമത്തിന് വേണ്ടിയുള്ളതാണ്. തികച്ചും സുതാര്യമായിട്ട് നമ്മൾ ഈ ഗ്രാമത്തിന് വേണ്ടി ചെയ്യും. അത് നമുക്ക് അതിനകത്തുനിന്നൊന്നും വേണ്ട. അപ്പം ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചേച്ചിയമ്മയാണ്. അപ്പം ധൈര്യമായിട്ട് ലേലം തുടങ്ങിക്കോളൂ. 20 രൂപ 20 രൂപ 20 രൂപ 20 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പം 20 രൂപയുടെ കൊടുക്കണം. അപ്പം കൊടുത്തു, കണക്ക് തെറ്റായിരിക്കാനാണ് കൊടുത്തു. ഈ ഗ്രാമത്തിൻ്റെ എന്താ പറയുന്നത്, ശുചീകരണ പ്രക്രിയയിൽ പുനർജീവനത്തിലൊക്കെ പങ്കാളികളാവുകയാണ്. സോളാറൊന്നും ഇല്ലേ? A1 സോളാറൊന്നും ഇല്ലേ? A1 സോളാർ കൊടുത്തിട്ട് 500 രൂപ കൂടുതൽ വേണ്ട നമുക്ക്. ഇട്ടും കിട്ടോ, ഇട്ടിട്ട് പൊക്കോ, കൊടുത്തിട്ടാണ് പൊക്കോ. ആയിക്കോട്ടെ. AJ സോളാറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് പൈസ കൊടുത്താൽ മതി. അവർ ചോദിക്കുന്നതിന് പകുതി കൊടുത്താൽ മതി. അതിനോടൊപ്പം ചീമപ്പയറിൻ്റെ അയറും ഇതിനകത്ത് സീഡും ഉണ്ട് കേട്ടോ. സീഡും ഉണ്ട് ഇതിനകത്ത്. ചേട്ടാ ഞാനൊരു 100 രൂപ ഇട്ടിരിക്കുന്നു. 260. അടുത്ത ആളിന് ഇത് കൊടുക്കാം, എന്നിട്ട് ഒന്നുകൂടെ വിളിക്കാം. അടുത്ത ആരാ പൈസ ഇടുന്നേ? 260 നിൽക്കുകയാണ്. വിളിച്ചോ. 260. സാജുവിനോട്ടുള്ള കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഇനി ബൾബ് കാണും കേട്ടോ. ഇരിക്കുന്നുണ്ടല്ലേ? 380. ഇനി ഒരു 120 രൂപയുടെ കാര്യം കൂടെ ഉള്ളൂ. അതിനകത്ത് വിത്തൊക്കെ ഇരിപ്പുണ്ട്. 380 ആയിട്ടുണ്ട്. 380 ആയിട്ടുണ്ട്. ഉത്തരപ്പള്ളിയാർ ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ള പ്രോജക്റ്റാണ്. വേറെ ഒരു രക്ഷയും കാണുന്നില്ല. ഒന്നും ഇടുന്നില്ലേ? ഇന്നലെ 380. 120 രൂപയുടെ വേണം ഇനി ഉത്തരപ്പള്ളിയാർ ക്ലീൻ ചെയ്യട്ടെ. പണം കണ്ടെത്താനാ. അതെന്ത് ചെയ്യാൻ പറ്റും? 500 രൂപയുടെ ലോട്ടറി എടുക്കുക. തെരുവുകൾക്ക് കത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഉത്തരപ്പള്ളിയാർ ക്ലീൻ ചെയ്യിക്കണം. പിന്നെ പട്ടിയെല്ലാം പിടിച്ചുകൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പോകണം. പിന്നെ എന്താ പറയുന്നത്, റോഡ് സൈഡിലുള്ള കളകൾ 380. റോഡ് സൈഡിലുള്ള കളകളെല്ലാം നീക്കം ചെയ്യണം. അധികാരവർഗം പരാജയമായി പോയി. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊരു നല്ല ഒരു നാട്ടിൽ ജീവിക്കണ്ടേ? 400. 100 രൂപയുടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളിവിടെ നിന്ന് ഇപ്പം ലോട്ടറി എടുക്കും. തണ്ടി പുള്ളിക്കാരോട് പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. വേണ്ടേ? കെൻറ്റ് ശുദ്ധജലമൊന്നും വേണ്ടയോ?
400 ഉറപ്പിച്ച് അത് കൊടുത്തിട്ട് അടുത്ത ലേലം ചെയ്തോ. 400 ഉറപ്പിച്ച് അടുത്ത ലേലം ചെയ്തു. അടുത്ത ഒരു മാഗസീനുണ്ട്. നമ്മുടെ ആലാവിണി സംബന്ധമായിട്ടുള്ളൊരു ചെറിയൊരു ആർട്ടിക്കിൾ എനിക്ക് അതിനകത്തുണ്ട്. ജോസ ഉത്തരപ്പിള്ളേരെ ക്ലീൻ ചെയ്യണ്ടേ? ജോസനെ അടുത്ത ലേലത്തിൽ പങ്കെടുപ്പിച്ചാൽ മതി. അടുത്ത ലേലത്തിൽ പങ്കെടുപ്പിച്ചാൽ മതി. 400 ആർക്കായിരുന്നു വിളിച്ചത് ലാസ്റ്റ്? ആരെ ലാസ്റ്റ് വിളിച്ചത്? എൻ്റെ അച്ഛനാന്ന് തോന്നുന്നു. എൻ്റെ അച്ഛനാന്ന് തോന്നുന്നു. ഇവിടെ അല്ലേ? അതും കൊടുത്തു. ഒന്നുകൂടെ വിളിക്കാനുണ്ട്. തനി നാടൻ പച്ചക്കറികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വീടുകളിൽ നിന്നുള്ള പച്ചക്കറികളാണ്. അതുപോലെ തന്നെ മുട്ടയുണ്ട്. ശാന്തം വിജയിച്ച ഐറ്റംസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അച്ഛൻ കൊടുത്തേ. അത് അച്ഛനും ഉറപ്പിച്ചാരോ കൊടുക്കാം. അല്ല ഇതെടുത്തു തന്നു. ഇത് അച്ഛനാ ലേലം. കർഷകശ്രീ വേണ്ട. നമ്മുടെ വിജയൻ ചേട്ടൻ ആ പയറിന്റെ വിത്തൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഒരു 2 എണ്ണം തന്നേരെ. ഞാൻ തിരിച്ചു മേടിക്കുവാണത്. ഇതുപോലെ എല്ലാവരും മനസ്സുള്ളവരായിരിക്കണം. അത് തന്നെ. നല്ലനം പയറ് എല്ലാവരും മേടിച്ചുകൊണ്ട് വളർത്താൻ നോക്കുക. നല്ല തനി നാടൻ വഴുതനങ്ങയൊക്കെ വന്നിട്ടുണ്ട്. നെയ്ക്കുമ്പളമുണ്ട്, പാവയ്ക്കയുണ്ട്, ചീരയുണ്ട്, റെഡ് ലേഡിയുടെ ഓമയ്ക്കയുണ്ട്, കൂമ്പുണ്ട്, ചേനയുണ്ട്, പുളിയുണ്ട്, ഏത്തക്കൊല. ഒരു 30 രൂപ വിളിച്ചിട്ട് 500 രൂപ ആക്ക. ഏത്? അദ്ദേഹം പറഞ്ഞത് നമുക്ക് മൊത്തം 500 രൂപ മതി. ഓയ് മൊത്തം 500 രൂപ മതി. ആയിക്കോട്ടെ വിളിച്ചോ. അപ്പൊ 500 എത്തിയോ? 500 എത്തുമ്പോൾ ക്ലോസ് ചെയ്യണം. വേണ്ട 500ആയി. പുള്ളിക്കാരനെ വിളിച്ചു. ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹത്തോട് നമ്മൾ വാക്ക് കൊടുത്തിരിക്കും. അല്ലല്ല കണ്ട ആ നിൽക്കുന്നത് ലോട്ടറി ആയിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ. ഇരിക്കുന്ന ആള് 500 കയ്യിലിരിക്കട്ടെ. നിൽക്കാൻ 500 രൂപ ലോട്ടറി എടുക്കാനായിട്ട് കിട്ടിയിരിക്കുവാണ്. ഒരു ബമ്പർ വേണം, മറ്റേതൊരു 10 ഇല്ല 500 രൂപ അല്ലേ ഉള്ളൂ. നമുക്ക് ബമ്പർ മതി. നമുക്കൊരു ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നികുതി പണം കൊടുക്കുന്നതേ നമ്മൾ എന്നിട്ട് അവരുടെ മുന്നിൽ ഔദാര്യത്തോട് നീട്ടാനല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഔദാര്യത്തോട് കൈനീട്ടാനുള്ളതല്ല. നമ്മുടെ അവകാശമാണ് ശുദ്ധജലം കുടിക്കണം എന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊന്നും ഇവർക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെയെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാമെന്ന് കരുതിയാ. ആ